എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ 12 കഴിഞ്ഞിട്ട് പഠിച്ചതെല്ലാം പൂനെയിലാണ്. അപ്പോൾ പൂനെയിലെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി. അവിടെ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെ കുടുംബം അങ്ങനെ ഒരു സമ്മതം വന്നിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ ഒരു ഓടിപ്പോയി കല്യാണം കഴിക്കണമെന്നോ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവരുടെ സമ്മതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ട് താലി കെട്ടാന്നൊരു ഒന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത കൊല്ലം അതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത കൊല്ലം ഇവിടുത്തെ ഉത്സവത്തിൻ്റെ 5ാം ഉത്സവത്തിൻ്റെ അന്നായിരുന്നു എൻ്റെ കല്യാണം. ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വന്നപ്പോഴും അവിടുന്ന് ഒരുപാട് തവണ താഴെ വീണ് കിടന്നപ്പോഴും മുകളിലോട്ട് ഉയർത്തിയിരിക്കുന്നത് മാമുട്ടി ദേവതേനാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതൊരിക്കലും മറക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പ്രസാദകൂട്ടി തന്നെ മിക്കവാറും പറ്റുന്ന എല്ലാ കൊല്ലവും 5ാം ഉത്സവത്തിനൊന്ന് ഞാനാണ് ഇവിടെ വഴിപാട് നടത്തുന്നത്. അന്ന് കുട്ടികളായിരുന്ന കുറച്ചുപേര് ഈ തോട്ടിൻകരയിലൊക്കെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ ഒരു പണി തീരാത്ത അല്ലെങ്കിൽ പണി പൂർത്തിയാകാത്ത ഒരു ഗണപതി വിഗ്രഹം കണ്ടെത്തി അത് അവരൊരു പാവയിൽ തന്നെ വെച്ച് വലിച്ച് ഇവിടെ നമ്മുടെ ശിവന്റെ അമ്പലം നിൽക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് വെച്ചു എന്നും അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, വലിയൊരു മാവ്. ആ മാവിന്റെ മൂട്ടിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് അങ്ങനെ മാമുട്ടി തേവർ എന്നൊരു പേരും കൂടി നമ്മുടെ ഗണപതിക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഗണപതിക്ക് നല്ല ശക്തിയുണ്ടെന്നൊരു തന്ത്രി, ഒരു വലിയൊരു തന്ത്രിയായിട്ടുള്ള എനിക്ക് വൈക്കത്തേങ്ങയുടെ ഒരു തന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇത് വെറും കുട്ടിക്കളിയല്ല, ഈ ഗണപതിക്ക് നല്ല ശക്തിയുണ്ടെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെയാണ്. ഇന്ന് രാവിലെ ശിവേലിയുണ്ട്, ഒരു കൊച്ചു ആനയുണ്ട് തടി കൊണ്ടുള്ള. ആ തടി കൊണ്ടുള്ള ആനയുടെ പുറത്താണ് ദേവനെ എഴുന്നള്ളിക്കുന്നത്, ഗണപതി എഴുന്നള്ളിക്കുന്നത്. ധാരാളം വഴിപാടുകൾ, പ്രധാനമായിട്ടും മോദകം, അതുപോലെ തേങ്ങ ഉടക്കലാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. അതുപോലെ ഉത്സവത്തിനിടയ്ക്ക് ഇഷ്ടംപോലെ വഴിപാടുകളുണ്ട്. അപ്പം ഇവിടെ എള്ളുണ്ട എന്ന് പറഞ്ഞാൽ 9ാം ഉത്സവത്തിന്, പിന്നെ പായസം, അങ്ങനെ ദിവസവും നേദ്യം എല്ലാം ഉണ്ട്. കോട്ടക്കൽ നിന്നുള്ളൊരു രാജകുടുംബാംഗം ഇവിടെ സന്താനലബ്ധിക്ക് വേണ്ടി ഇവിടെ ഒരു വഴിപാടൊക്കെ നടത്തിയ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായതായിട്ട് വന്നിട്ട് പിന്നീട് വന്ന് വഴിപാടൊക്കെ കഴിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ അത് ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ ആർക്കും അങ്ങനെ നിരോധനമൊന്നുമില്ല. ആർക്കും വേണമെങ്കിൽ കയറാം, ആർക്കും വേണമെങ്കിൽ ഇവിടെ അമ്പലമില്ലല്ലോ, വെളിയിലേ ഇരിക്കുന്നത്. രാവിലെ നമ്മള് 6 മണിയൊക്കെ ആകുമ്പോ അമ്പലത്തിലെത്തും. എന്നിട്ട് അഭിഷേകമൊക്കെ ഉണ്ടാവും, പിന്നെ ഗണപതി ഹോമം, പിന്നെ ഒരു 8 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് പൂജ തുടങ്ങുന്നത്. ആനയിലാണ് ഗണപതിയെ എഴുന്നള്ളിക്കുന്നത്.